ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മാള ഉപജില്ല അടക്കമുള്ള തൃശൂർ ജില്ലയിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് അരിയില്ല. കുട്ടികൾക്ക് ഭക്ഷണം എത്തിക്കാൻ പ്രധാന അധ്യാപകർ നെട്ടോട്ടത്തിൽ. അരി ഉടൻ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് അധ്യാപക സംഘടനയായ KPSTA. തൃശൂർ ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി അപകടം. അപകടത്തിൽ 16ഓളം പേർക്ക് പരിക്ക്. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരം. നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും മറുപടി ലഭിച്ചില്ലെന്ന ആളൂരിലെ മുതിർന്ന CPIM നേതാവ് പോൾ കോക്കാട്ടിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അനുകൂലിച്ച് CPIM പോൾ കോക്കാട്ട് പരാതി നൽകിയിരുന്നത് ആളൂർ പോലീസ് സ്റ്റേഷൻ വേളൂക്കരയിലേക്ക് മാറ്റുന്നതിനെതിരെ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള ഉപജില്ല അടക്കമുള്ള തൃശൂർ ജില്ലയിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് അരിയില്ല. കുട്ടികൾക്ക് ഭക്ഷണം എത്തിക്കാൻ പ്രധാന അധ്യാപകർ നെട്ടോട്ടത്തിലാണ്. അരി ഉടൻ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് അധ്യാപക സംഘടനയായ KPSTA ആവശ്യപ്പെട്ടു. അരി എന്ന് കിട്ടുമെന്ന കാര്യത്തിലും ആർക്കും ഒരറിവുമില്ല. പലരും പലചരക്ക് കടയിൽ നിന്ന് അരി കടം മേടിച്ചാണ് താൽക്കാലിക പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. ചിലർ കയ്യിൽ നിന്ന് പണം മുടക്കി അരി വാങ്ങുകയാണ്. ഉച്ചഭക്ഷണത്തിന് അരി മാത്രമാണ് സൗജന്യമായി സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്നത്. വിപണിയിൽ അരിക്ക് ഏറ്റവും ചുരുങ്ങിയത് 41 രൂപയാണ് വില. ഈ വില കൊടുത്ത് അരി വാങ്ങി എങ്ങനെ ഉച്ചഭക്ഷണം തയ്യാറാക്കുമെന്നാണ് പ്രധാനാധ്യാപകർ ചോദിക്കുന്നത്. അരി വില കൊടുത്ത് വാങ്ങിയാൽ പിന്നീട് പണം ലഭിക്കുമോ എന്ന ചോദ്യത്തിനും വിദ്യാഭ്യാസ വകുപ്പ് കൈമലർത്തുകയാണ്. 2 തരം കറി, പാല്, കോഴിമുട്ട തുടങ്ങിയവയ്ക്ക് ഉൾപ്പെടെ 100-ൽ താഴെ കുട്ടികളുള്ള സ്കൂളിന് 8 രൂപ വീതവും 100-ന് മുകളിൽ കുട്ടികളുള്ള സ്കൂളുകൾക്ക് 7 രൂപയുമാണ് നൽകുന്നത്. കനത്ത തോതിലുള്ള വിലക്കയറ്റം മൂലം ഇതുതന്നെ ഒന്നിനും തികയാത്ത അവസ്ഥയിലാണ് കിട്ടിയിരുന്ന അരി കൂടി ലഭിക്കാതായത്. ഉച്ചഭക്ഷണം നിർത്തേണ്ട അവസ്ഥയിലാണ് തങ്ങളെന്ന് പ്രധാനാധ്യാപകർ പറഞ്ഞു. മാള ഉപജില്ലാ മേഖലയിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിനുള്ള അരി എത്തിയിട്ടില്ല. പല സ്കൂളുകളിലും അധ്യാപകർ പണം പലിശക്കെടുത്താണ് സ്കൂളിലേക്ക് അരി വാങ്ങിയത്. ഇതിന് സാധിക്കാത്തവർ എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ്. ഈ മാസം ആദ്യം ലഭിക്കേണ്ട അരിയാണ് വൈകുന്നത്. നേരത്തെ വാങ്ങി സൂക്ഷിച്ചിട്ടുള്ള സ്കൂളുകളിൽ ഇന്നും നാളെയുമായി അരി തീരും. എന്നാൽ LP ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ ഇതിനോടകം അരി കഴിഞ്ഞ അവസ്ഥയാണ്. അധ്യാപകരും PTA പ്രതിനിധികളും സുമനസ്സുകളുടെ മുൻപിൽ കൈനീട്ടേണ്ട ഗതികേടിലായി. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണത്തിനാവശ്യമായ അരി എത്തിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വിദ്യാലയങ്ങളിൽ അരിയില്ലാത്ത സാഹചര്യമാണുള്ളത്. അധികാരികളോട് അന്വേഷിക്കുമ്പോൾ അരി സ്റ്റോക്കുള്ള സ്കൂളുകൾ കണ്ടെത്തി ശേഖരിക്കാനാണ് പ്രധാനാധ്യാപകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിർദ്ദേശം. നിലവിൽ സ്വീകരിച്ചിട്ടുള്ള അപ്രായോഗിക നടപടികൾക്കെതിരെ സംഘടന ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. മീഡിയ ടൈം, മാള. തൃശൂർ ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി അപകടം. അപകടത്തിൽ 16ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റവരെ മേഖലയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിസുമോൻ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 9:30-യോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ പാലത്തിന്റെ കൈവരി തകർന്ന ബസ് മുൻപോട്ട് നീങ്ങി നിന്നു. കൂടുതൽ ബസ് മുന്നോട്ട് നീങ്ങാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റവരെ മേഖലയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ B. വൈശാഖ്, കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ, കുന്നംകുളം സബ് ഇൻസ്പെക്ടർ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും യാത്രക്കാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. മേഖലയിൽ ഏറെനേരം ഗതാഗതം തടസ്സപ്പെട്ടു. മീഡിയ ടൈം, തൃശൂർ. നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും നാളിതുവരെ മറുപടി ലഭിച്ചില്ലെന്ന ആളൂരിലെ മുതിർന്ന CPM നേതാവ് പോൾ കോക്കാട്ടിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അദ്ദേഹത്തെ അനുകൂലിച്ച് CPIM രംഗത്തെത്തി. ആളൂർ പോലീസ് സ്റ്റേഷൻ വേളൂക്കരയിലേക്ക് മാറ്റുന്നതിനെതിരെയാണ് പോൾ കോക്കാട്ട് പരാതി നൽകിയിരുന്നത്. വിഷയത്തിൽ പഞ്ചായത്തിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിരുന്നു പോൾ കോക്കാട്ടിന്റെ പ്രസ്താവന. ആളൂർ പോലീസ് സ്റ്റേഷൻ വേളൂക്കര പഞ്ചായത്തിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ മുതിർന്ന CPM നേതാവും ആളൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ പോൾ കോക്കാട്ടും CPI കല്ലേറ്റുംകര ബ്രാഞ്ച് കമ്മിറ്റിയും പോലീസ് സ്റ്റേഷനായി കടുപ്പശ്ശേരിയിൽ റവന്യൂ സ്ഥലം കണ്ടെത്തിയതിന് പിന്നാലെയാണ് പരസ്യപ്രതികരണവുമായി ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്.
നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും മറുപടിയില്ലാത്തതിനെ തുടർന്നാണ് പോൾ കോക്കാട്ട് പത്രസമ്മേളനം നടത്തി നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്താണ് ആളൂർ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങിയത്. 8 വർഷമായി കല്ലേറ്റുംകര സഹകരണ ബാങ്ക് കെട്ടിടത്തിൽ ചെറിയ സ്ഥലത്താണ് പ്രവർത്തനം. 40ഓളം ജീവനക്കാരുള്ള സ്റ്റേഷനിൽ സ്ഥലപരിമിതി മൂലം നിന്നു തിരിയാനാകില്ല. കല്ലേറ്റുംകര, ആളൂർ, കൊമ്പൊടിഞ്ഞാമക്കൽ എന്നീ ടൗണുകൾ ആളൂർ പഞ്ചായത്തിലാണ്. സ്റ്റേഷൻ മാറ്റത്തിനെതിരെ നവകേരള സദസ്സിൽ പരാതി നൽകി 2 മാസം കഴിഞ്ഞിട്ടും മറുപടി പോലും കിട്ടിയില്ലെന്ന് പോൾ കോക്കാട്ട് കുറ്റപ്പെടുത്തി. പഞ്ചായത്തും സ്ഥലം MLAയും വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ആളൂർ പോലീസ് സ്റ്റേഷൻ വേളൂക്കര പഞ്ചായത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേളൂക്കര പഞ്ചായത്തിലെ 3 വാർഡുകളാണ് ഇപ്പോൾ ഈ സ്റ്റേഷൻ്റെ പരിധിയിൽ വരിക. മുഴുവൻ വരില്ലേ. തൊമ്മാനം അവിടെ കടപ്പശ്ശേരി വില്ലേജ് ഓഫീസിൻ്റെ കോമ്പൗണ്ടിൽ സ്ഥലമുണ്ട്. അവിടെ 30 സെൻറ്റ് സ്ഥലം അതിനുവേണ്ടി കുറ്റിയടിച്ച് അങ്ങനെ ഇയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇവിടെ നവകേരള സദസ്സ് വന്നത്. നവകേരള സദസ്സിൽ ഞാനിത് സംബന്ധിച്ചൊരു പരാതി കൊടുക്കുകയുണ്ടായി. ആളൂർ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നെ ഈ മാറ്ററിലുണ്ട്. മുനിസിപ്പാലിറ്റി എന്നുള്ള പേരില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മുനിസിപ്പാലിറ്റിയുടെ എല്ലാ സവിശേഷതകളുമുള്ള ഒരു പഞ്ചായത്താണ് ആളൂർ പഞ്ചായത്ത്. തൊട്ടടുത്ത പഞ്ചായത്തിൽ കൊണ്ട് സ്ഥാപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത്. പരാതിയിൽ കല്ലേറ്റിങ്ങരുടെ ഹൃദയഭാഗത്ത് തന്നെ ഇതിന് പറ്റിയ സ്ഥലമുണ്ടെന്നും ആ സ്ഥലം നെഗോഷിയേറ്റ് ചെയ്തിട്ട് അത് വിലയ്ക്ക് വാങ്ങാനായിട്ട് കഴിയും, അല്ലെങ്കിൽ അക്വയർ ചെയ്യാനായിട്ട് കഴിയും. അതിനുള്ള ഫണ്ട് പഞ്ചായത്തിൻ്റെ തന്നെ ഓൺ ഫണ്ടിലുണ്ട്, അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റിലുണ്ട്, നീക്കിയിരിപ്പുണ്ട്, അല്ലെങ്കിൽ സർക്കാർ അതിന് തുക കണ്ടെത്തണം. ആ രീതിയിലൊക്കെ തന്നെ പറഞ്ഞെങ്കിലും 2 മാസക്കാലമായിട്ട് എനിക്ക് യാതൊരു മറുപടിയും കിട്ടിയില്ല. പഞ്ചായത്തിലെ അക്രമങ്ങൾ കുറഞ്ഞത് പോലീസ് സ്റ്റേഷൻ വന്നതിന് ശേഷമാണ്. സ്റ്റേഷൻ മാറ്റാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നും CPI ബ്രാഞ്ച് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ലോക്കൽ സെക്രട്ടറി TC അർജുനൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഷാജു ജോസഫ് അധ്യക്ഷനായി. പോലീസ് സ്റ്റേഷൻ ആളൂരിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്കും നിവേദനം നൽകിയിരുന്നതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ പറഞ്ഞു. മീഡിയ ടൈം, ആളൂർ. ലൈഫ് ഭവന പദ്ധതിക്ക് ഊന്നൽ നൽകി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ഈ മേഖലയ്ക്കായി 3 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വനിതാ കർഷകർക്കുള്ള പുഷ്പകൃഷിക്കും ചെറുധാന്യ കൃഷിക്കും പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. 42,46,56,463 രൂപ വരവും 41,22,58,200 രൂപ ചെലവും 1,23,98,263 രൂപ വെച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് CS സലീഷ് അവതരിപ്പിച്ചത്. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിക്ക് ഊന്നൽ നൽകിയിട്ടുള്ള ബജറ്റിൽ ഈ മേഖലയ്ക്കായി 3 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പൊതുമരാമത്ത് മേഖലയ്ക്കായി 2.71 കോടി രൂപയും ആരോഗ്യ മേഖലയ്ക്കായി 54 ലക്ഷം രൂപയും പട്ടികജാതി വികസനത്തിനായി 1.89 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്കായി 19 ലക്ഷം രൂപയും ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി 46 ലക്ഷം രൂപയും വകയിരുത്തി. ഘടക സ്ഥാപനങ്ങളുടെ മെയിൻ്റനൻസ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ പ്രവർത്തനങ്ങൾക്കായി 1.15 കോടി രൂപയും വനിതാ ഘടക പദ്ധതിക്കായി 44 ലക്ഷം രൂപയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി 12 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിലെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. വനിതാ കർഷകർക്കുള്ള പുഷ്പകൃഷിക്കും ചെറുധാന്യ കൃഷിക്കും പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീജ ബാബു, KA ഹസ്ഫൽ, KK വത്സമ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KA കരീം, മിനി ഷാജി, നൌമി പ്രസാദ്, RK ബേബി, ശോഭന ശർങ്ങധരൻ, ഹഫ്സ ഹഫൂർ, മോനിഷ ലിജിൻ, നൌഷാദ് കറുകപ്പാടത്ത്, VS ജിനേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മധുരാജ്, ജോയിന്റ് BDO ആംബ്രോസ് മൈക്കിൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം, ശുചിത്വ പഞ്ചായത്ത്, ഹരിത പഞ്ചായത്ത് എന്നിവയ്ക്ക് മുൻതൂക്കം നൽകി കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അവതരിപ്പിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. മികച്ച ഹരിതകർമ്മ സേനാംഗത്തിനും മികച്ച വാർഡ് മെമ്പർക്കും പുരസ്കാരം
എന്നിങ്ങനെ ബജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. 35,60,70,144 രൂപ വരും, 34,77,63,850 രൂപ ചെലവും, 83,06,294 മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ഗ്രാമീണ റോഡുകൾക്ക് 4 കോടി, കുടിലുകളില്ലാത്ത കൊരട്ടിക്ക് 4 കോടി, ഹരിത പഞ്ചായത്തിന് 5 ലക്ഷം, പ്രസവാനന്തരം സ്ത്രീകൾക്ക് ആയുർവേദ ചികിത്സ, അമ്മയും കുഞ്ഞും പദ്ധതിക്ക് 3 ലക്ഷം, പൊതുയിടങ്ങളിൽ CCTV സ്ഥാപിക്കൽ, വഴിക്കണ്ണ് പദ്ധതിക്ക് 50 ലക്ഷം, കുട്ടിക്കൂട്ടം അംഗൻവാടികളെ ആധുനീകരിക്കൽ, തരിശുരഹിത കൊരട്ടി കൃഷിക്ക് 40 ലക്ഷം, മികച്ച ഹരിത സ്കൂളിനും മികച്ച ഹരിത കർമ്മസേനാംഗത്തിനും മികച്ച വാർഡ് മെമ്പർക്കും പുരസ്കാരം എന്നിങ്ങനെ നിരവധി പദ്ധതികൾ ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ബിജോയ് വർഗീസ്, PG സത്യപാലൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MJ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊരട്ടി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ വ്യാഴാഴ്ച ചെറുഭരണി കൊടിയേറും. കുംഭമാസത്തിലെ ഭരണിനാളായ വ്യാഴാഴ്ച രാവിലെ അവകാശികളായ കാവിൽ വീട്ടിൽ ആനന്ദനും ബന്ധുവും ചേർന്ന് വലിയ തമ്പുരാന്റെ അനുമതിയോടെ ചടങ്ങുകൾ നിർവഹിക്കും. ചടങ്ങുകൾ പൂർത്തിയാവുന്നതോടെ ക്ഷേത്ര നടപ്പന്തലുകളിലും ആൽമരങ്ങളിലും മീനഭരണിയുടെ വരവറിയിച്ചുള്ള കൊടിക്കൂറകൾ ഉയരും. പടാക്കുളം പടിഞ്ഞാറ് ഭാഗത്തുള്ള തറവാട്ട് വീട്ടിൽ നിന്ന് വലിയ തമ്പുരാൻ നൽകുന്ന പഴം കെട്ടിയ മാലയണിഞ്ഞ് രാവിലെ 8 മണിയോടെ അവകാശികൾ വടക്കേ നടയിലൂടെ ക്ഷേത്രസന്നിധിയിലെത്തും. വടക്കേ നടയിലെ ദീപസ്തംഭത്തിന് താഴെയുള്ള കോഴിക്കല്ലിൽ വെച്ചിട്ടുള്ള മണിയെടുത്ത് അവകാശികൾ 3 തവണ ക്ഷേത്ര പ്രദക്ഷിണം ചെയ്ത് മണിയും പട്ടിൽ പൊതിഞ്ഞ സ്വർണ്ണത്താലിയും കോഴിക്കല്ലിൽ സമർപ്പിച്ച് ചടങ്ങുകൾ പൂർത്തിയാക്കും. ക്ഷേത്രാങ്കണം ശുദ്ധമാക്കിയതിനു ശേഷം അടികൾമാരും മറ്റും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. ചടങ്ങുകൾ പൂർത്തിയാവുന്നതോടെ ക്ഷേത്ര നടപ്പന്തലുകളിലും ആൽമരങ്ങളിലും മീനഭരണിയുടെ വിവരമറിയിച്ചുള്ള കൊടിക്കൂറകൾ ഉയരും. ഏപ്രിൽ 4-ന് കോഴിക്കല്ലുമൂടിലും 9-ന് കാവുത്തിണ്ടലും 10-ന് ഭരണിയും നടക്കും. ഇത്തവണ ചെറുഭരണി കൊടിയേറ്റം കഴിഞ്ഞ് 54-ാം ദിവസമാണ് കാവുത്തിണ്ടൽ നടക്കുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നതാ. തുമ്പൂർമൊഴിയിൽ തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെ വീണ്ടും കണ്ടു. തുമ്പൂർമൊഴി 10-6 ഇറക്കത്താണ് ആനക്കുട്ടിയെ കണ്ടത്. 2 ആനകളുടെ സംരക്ഷണത്തിലാണ് തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടി റോഡ് മുറിച്ചു കടന്നത്. രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. കുറച്ചു നാളുകളായി തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടി അതിരപ്പള്ളി മേഖലയിൽ കാണുന്നുണ്ട്. ജന്മന തുമ്പിക്കൈ ഇല്ലാത്തതാണോ അതോ വന്യമൃഗ ആക്രമണത്തിൽ നഷ്ടമായതാണോ തുമ്പിക്കൈ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ആനക്കുട്ടി പൂർണ്ണ ആരോഗ്യവതിയാണ്. ആലുവ കുട്ടമശ്ശേരിയിൽ കുട്ടിയെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ കാർ പോലീസ് കണ്ടെത്തി. കങ്ങരപ്പടിയിൽ നിന്നുമാണ് വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കലൂർ സ്വദേശി മഞ്ജു തോമസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. വാഹനം ഓടിച്ചത് താനല്ലെന്ന് മഞ്ജു തോമസ് പറഞ്ഞു. സംഭവത്തിൽ മഞ്ജുവിന്റെ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തു. നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് കാറിന്റെ നമ്പർ പ്ലേറ്റ് മനസ്സിലാക്കി കാറുടമയെ തിരിച്ചറിഞ്ഞത്. ഇന്നലെയാണ് ഓട്ടോയിൽ നിന്ന് വീണ 7 വയസ്സുകാരനെ പിന്നാലെ വന്ന കാർ ഇടിച്ചത്. മാളയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മാളപ്പള്ളിപ്പുറം താണിക്കാട് തേമാലിപ്പറമ്പിൽ പരേതനായ അഷ്റഫിന്റെ മകൻ ഫസലാണ് മരിച്ചത്. പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ കാട് പിടിച്ച പറമ്പിൽ മരത്തിനു താഴെ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. മാള വടമ വടക്കേക്കെട്ടിൽ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് കാഴ്ചശീവേലി, പഞ്ചാരിമേളം, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. മാള ചൊക്കാമ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവാഘോഷം തുടരുകയാണ്. ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് പള്ളിവേട്ട ആഘോഷ ദിവസം വൈകിട്ട് കാഴ്ചശീവേലി, ദീപാരാധന, ദീപക്കാഴ്ച, നിറമാല എന്നിവ നടന്നു. നാളെയാണ് ഭരണി മഹോത്സവാഘോഷം. ആറാട്ട്, കാഴ്ചശീവേലി, താലി സ്വീകരണം, വിവിധ ദേശക്കാരുടെ താരാഘോഷം, കലാപരിപാടികൾ എന്നിവ നടക്കും.
മാള വലിയ പറമ്പ് സ്നേഹഗിരി ഹോളി ചൈൽഡ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. ഡ്രീം ഹണ്ട് എന്ന പേരിൽ അനുമോദന ചടങ്ങിൽ വിജയവാഡയിൽ നടന്ന സദേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ സ്റ്റേറ്റ് വൈസ് ഗ്രൂപ്പ് പ്രൊജക്ട് വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയ സാവിയോണിനും അർജുൻ കൃഷ്ണയ്ക്കും, സംസ്ഥാനതല യുവജനോത്സവത്തിൽ പുല്ലാങ്കുഴൽ മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ ശ്രീഹരിക്കും അനുമോദനം നൽകി. നമ്മൾ ഓരോ ക്ലാസ്സിൽ നിന്നും വിദ്യ അഭ്യസിച്ചു പോകുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ പിന്തുടർന്ന് നോക്കുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിന്റെ ഓർമ്മകളാണ് നമുക്ക് ചുറ്റും നമ്മുടെ മനസ്സിലും. അത് ഇന്നിപ്പോൾ വേദിയിലിരിക്കുന്ന 3 പേരാണെങ്കിൽ നാളെ നിങ്ങളിൽ ഓരോരുത്തർക്കും നിങ്ങൾക്കത് സാധിക്കും. നമ്മളുടെ വാശിയേറിയ ആ പഠിപ്പും ആ കലാപരമായ കഴിവുകളും വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ഉണർന്നു വരണം. നമ്മൾക്ക് ഇന്നിപ്പോൾ കൊറോണ കാലത്താണ് ആ പുല്ലാങ്കുഴൽ അവനിരുന്ന് പഠിച്ചത്. ആ പുല്ലാങ്കുഴലിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്കും മനസ്സിന്റെ ആഴത്തിലേക്കും സ്ഥാനം പിടിക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെയാണ് ആ ഇസ്തിരിപ്പെട്ടി നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് തോന്നിയെങ്കിലും അത് സമൂഹത്തിന് വലുതാക്കി കാണിക്കാൻ സാധിച്ചു. ഇനിയും അവർക്ക് ഉയർന്ന മേഖലകളിലേക്ക് എത്താനായിട്ട് ഇതേപോലുള്ള പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ മനസ്സുതൊട്ട് ഞാൻ ആശംസിക്കുന്നു. സ്നേഹഗിരി പള്ളി വികാരി ഫാദർ ആന്റണി പറമ്പൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസ്, സിസ്റ്റർ ദീപ്തി, സിസ്റ്റർ പ്രിയ, PTA പ്രസിഡന്റ് ബിനു കാളിയാടൻ, അധ്യാപക പ്രതിനിധി ഷൈനി മാത്യു എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ തൃപ്പേക്കുള മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. തിരുവാതിര, കൈകൊട്ടിക്കളി എന്നിവയ്ക്ക് ശേഷമാണ് കൊടിയേറ്റം നടന്നത്. ഫെബ്രുവരി 13 മുതൽ 20 വരെയാണ് ഉത്സവാഘോഷം. എല്ലാ ദിവസവും ചുറ്റുവിളക്ക്, ദീപാരാധന, പ്രസാദോട്ട്, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. 18-ന് വലിയ വിളക്ക്, ഉത്സവ ബലി ദർശനം, ദീപക്കാഴ്ച, 19-ന് പള്ളിവേട്ട ഉത്സവം, 20-ന് ആറാട്ട് സദ്യ എന്നിവയോടെ ഉത്സവം സമാപിക്കും. മാള ഗ്രാമപഞ്ചായത്ത് കെ കരുണാകരൻ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ക്യാൻ തൃശൂർ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്ഥിരം കമ്മിറ്റി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. ക്യാൻ തൃശൂർ നോഡൽ ഓഫീസർ PK രാജു പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് നെല്ലിശ്ശേരി, ജിജു മാടമ്പള്ളി, സിന്ധു അശോക്, ഹെൽത്ത് ഇൻസ്പെക്ടർ S ബിജോഷ് എന്നിവർ സംസാരിച്ചു. പടിഞ്ഞാറെ വെമ്പല്ലൂർ MITUP സ്കൂൾ 80ാം വാർഷികം ആഘോഷിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ഇത് ടൈസൺ അധ്യക്ഷത വഹിച്ചു. TV ബിനി, ഡോക്ടർ VM ബദി ഉസ്മാൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, വാർഡ് മെമ്പർ മിനി പ്രദീപ്, PTA പ്രസിഡന്റ് ഫെബിന ഹനീഫ്, TS രാജേന്ദ്രൻ, മുഹമ്മദ് ലഫ്സി, ഫൈസൽ, ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CATU കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. സീനിയർ ബ്രാഞ്ച് മാനേജർ C ഹരിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് റീന സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, തൃപ്രയാർ സാറ്റലൈറ്റ് ബ്രാഞ്ച് മാനേജർ VV ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ N സുരേഷ് കുമാർ, സംഘടനാ ഭാരവാഹികളായ KY അസീസ്, KV അജിത് കുമാർ, VV വിമലൻ തുടങ്ങിയവർ സംസാരിച്ചു. ബെന്നി ബെഹനാൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ പള്ളിത്താനത്തും ചളിങ്ങാട് അമ്പലനടയിലും മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. 4 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. പള്ളിത്താനത്ത് നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്ഹാബ് പുഴങ്കരയില്ലത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ PA ഷാജഹാൻ, UY ഷമീർ, CJ പോളസൻ, ദിവാകരൻ കുറുപ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തുന്നവർക്കായി ആശുപത്രിയിൽ നിന്നും ജീവനോപാധി നൽകുന്നതിന്റെ ഭാഗമായി മുട്ടക്കോഴികളെയും കൂടും നൽകി. തുരുത്തിപ്പറമ്പ് ഹോമി ആശുപത്രിക്ക് സമീപം കൂട്ടല വീട്ടിൽ രാഹുലിനാണ് മുട്ടക്കോഴികളെയും കൂടും നൽകിയത്. സെന്റ് ജെയിംസ് ആശുപത്രി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ നവീൻ ഊക്കൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി ഓപ്പറേഷൻ മാനേജർ TJ പൗലോസ്, റീനൽ കെയർ PRO AP ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന മുദ്രാവാക്യവുമായി SDPA സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ ഭാഗമായി
പറവൂർ മണ്ഡലം തല ജാഥ സംഘടിപ്പിക്കുന്നു. SDPI മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് നിസാർ അഹമ്മദ്, സെക്രട്ടറി സുധീർ അത്താണി എന്നിവർ നേതൃത്വം നൽകുന്ന ജാഥ 16 രാവിലെ 8 വെടിമറ ജംഗ്ഷനിൽ ജില്ലാ കമ്മിറ്റി അംഗം അനു വി ശേഖരൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ പ്രചാരണ യോഗങ്ങൾക്ക് ശേഷം വൈകിട്ട് 7 മണിക്ക് മന്നം ജംഗ്ഷനിൽ സമാപന യോഗം ജില്ലാ ട്രഷറർ നാസർ എളമന ഉദ്ഘാടനം ചെയ്യുമെന്ന് മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ്, മണ്ഡലം സെക്രട്ടറി സുധീർ അത്താണി, MA കബീർ, മുഹമ്മദ് താഹിർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 23 വെള്ളിയാഴ്ച എറണാകുളം ജില്ലയിലെത്തുന്ന യാത്ര ഉച്ചയ്ക്ക് 3 മണിക്ക് ഇടപ്പള്ളിയിൽ നിന്ന് തുടങ്ങി വൈകിട്ട് 7 പെരുമ്പാവൂരിൽ സമാപിക്കും. വിദ്യാർത്ഥികളുടെ അഭിരുചികളും താൽപ്പര്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ 18ാമത് ബിരുദാനന്തര ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് ബിരുദദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ. സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ മോഡേൺ മെഡിസിൻ, ഡെന്റൽ സയൻസ്, ആയുർവേദം, ഹോമിയോപ്പതി, ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, നഴ്സിംഗ്, സിദ്ധ, യുനാനി, അലൈഡ് ഹെൽത്ത് സയൻസ് എന്നീ വിഭാഗങ്ങളിൽ പഠനം പൂർത്തിയാക്കിയ 10,591 പേർക്കാണ് ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. പ്രൊഫസർ ചാൻസലർ ഡോക്ടർ CP വിജയൻ അധ്യക്ഷനായി. രജിസ്ട്രാർ ഡോക്ടർ AK മനോജ് കുമാർ, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ അനിൽകുമാർ, വിവിധ വിഷയങ്ങളിലെ ഡീനുമാർ, സെനറ്റ് അംഗങ്ങൾ, പ്രിൻസിപ്പൽമാർ, ഗവേണിംഗ് അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മാള ഉപജില്ല അടക്കമുള്ള തൃശൂർ ജില്ലയിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് അരിയില്ല. കുട്ടികൾക്ക് ഭക്ഷണം എത്തിക്കാൻ പ്രധാന അധ്യാപകർ നെട്ടോട്ടത്തിൽ. അരി ഉടൻ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് അധ്യാപക സംഘടനയായ KPSTA. തൃശൂർ ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി അപകടം. അപകടത്തിൽ 16ഓളം പേർക്ക് പരിക്ക്. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരം. നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും മറുപടി ലഭിച്ചില്ലെന്ന ആളൂരിലെ മുതിർന്ന CPIM നേതാവ് പോൾ കോക്കാട്ടിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അനുകൂലിച്ച് CPIM പോൾ കോക്കാട്ട് പരാതി നൽകിയിരുന്നത് ആളൂർ പോലീസ് സ്റ്റേഷൻ വേളൂക്കരയിലേക്ക് മാറ്റുന്നതിനെതിരെ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.